പീഡാസഹനങ്ങൾക്ക് മുമ്പായി യേശുക്രിസ്തു അവസാനമായി ജെറുസലേമിലേക്ക് എഴുന്നള്ളിയതിന്റെ ഓർമ്മയിൽ ചരിത്ര പ്രസിദ്ധമായ വല്ലാർപാടം ബസിലിക്കയിൽ ഓശാന ഞായർ ആചരിച്ചു. വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് വന്ന യേശുവിനെ ഒലീവിൻ ശാഖകൾ വീശി ഓശാന വിളികളുമായിട്ടാണ് അന്ന് ജനക്കൂട്ടം എതിരേറ്റത്. ആ മഹാസംഭവത്തിന്റെ ഓർമ്മ പുതുക്കലായിരുന്നു ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങൾക്കൊപ്പം വല്ലാർപാടം ബസിലിക്കയിലും അരങ്ങേറിയത്. ബസിലിക്കയിലെ ഓശാന തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങളിൽ ബസിലിക്ക റെക്ടർ ഫാദർ ജെറോം ചമ്മിണിക്കോടത്ത് മുഖ്യ കാർമ്മികനായിരുന്നു. നമ്മൾ വിശുദ്ധവാരത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. തപസ്സുകാലത്തിലെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ഉപവാസവും വഴി നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആസക്തികളെ നിയന്ത്രിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ഹൃദയത്തോടെ നമുക്ക് ഈ വിശുദ്ധവാരത്തിലേക്ക് കടക്കാം. നാം ഇന്നിവിടെ ആയിരിക്കുക ആഗോള സഭയോട് ചേർന്നുകൊണ്ട് യേശുനാഥന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം അനുസ്മരിക്കാനും ആഘോഷിക്കാനുമാണ്. യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനം യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്കറിയാം. തന്റെ പീഡാസഹന മരണ ഉത്ഥാനത്തെ കുറിച്ച് യേശുനാഥൻ 3 വട്ടം തന്റെ ശിഷ്യന്മാരെ അറിയിക്കുന്നുണ്ട്, അതിനായി അവരെ ഒരുക്കുന്നുണ്ട്. അതായത് ദൃഢനിശ്ചയത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ പെസഹ രഹസ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള യാത്രയാണ് ജെറുസലേമിലേക്ക് നടക്കുന്നത്. യേശുവിന്റെ പെസഹ രഹസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുനാഥന്റെ പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങളാണ്. നാം ഇന്ന് യേശുവിനോടൊപ്പം ഈ രഹസ്യങ്ങൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് യേശുവിനെ അനുഗമിക്കാം. ദൈവത്തിന്റെ കൃപയാൽ അവിടുത്തെ കുരിശിൽ പങ്കുചേർന്ന് അവിടുത്തെ ഉത്ഥാനത്തിലും ജീവനിലും ഭാഗവാക്കാകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. ഫാദർ ബാബു പോൾ വചനപ്രഘോഷണം നടത്തി. ഫാദർ ജിക്സൺ ജോണി ചേരിയിൽ, ഫാദർ അമൽ ആന്റണി മാലേക്കൽ, ഫാദർ ആന്റൺ ഒളിപ്പറമ്പിൽ, ഡീക്കൻ റോമിയോ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കുരുത്തോല പ്രദക്ഷിണത്തിന് മുന്നോടിയായി പള്ളി വീട്ടിൽ മീനാക്ഷിയമ്മയുടെ ചരിത്ര സ്മാരകത്തിൽ ഫാദർ ജെറോം ചമ്മിണിക്കോടത്ത് കുരുത്തോലകൾ ആശീർവദിച്ചു.